ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് LDCക്ക് വേണ്ട പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെയും. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തേൽ ഡിസ്കസ് ചെയ്യുന്നത്. 2023-24 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കണ്ടേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതിനു മുമ്പും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു അല്ലേ. അതിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ വന്നതും കണ്ടു. ഫസ്റ്റത്തേൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റേജിലെ LDC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം കേട്ടോ. ആദ്യത്തെ നോക്കി 2023 ലോക ഭക്ഷ്യ സുരക്ഷാ ദിന പ്രമേയം എന്താണ്? എല്ലാവർക്കും അറിയാം, ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രമേയമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഫുഡ് ഫോർ ലൈഫ്, ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ലൈഫ്, ഫുഡ് സ്റ്റാൻഡേർഡ്സ് സേവ് ലൈഫ്. ഇവയൊന്നുമല്ല. ഏതാണെന്ന് അറിയോ ആൻസർ? ഫുഡ് സ്റ്റാൻഡേർഡ്സ് സേവ് ലൈഫ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 2023 ലോക ആരോഗ്യ ദിന പ്രമേയം. ഓക്കെ, ലോക ആരോഗ്യ ദിന പ്രമേയം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആയിട്ട് വരുന്നത് ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതാണ് കേട്ടോ. ഹെൽത്ത് ഫോർ ഓൾ 2022 പ്രമേയമാണ് അവർ പ്ലാനറ്റ് അവർ എർത്ത് എന്നുള്ളത് കേട്ടോ. 2022 പ്രമേയമാണ് അവർ പ്ലാനറ്റ് അവർ എർത്ത് എന്നുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. 2022 കേന്ദ്ര മലിനീകരണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? 2022 റിപ്പോർട്ട് പ്രകാരമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് സബർമതി, പെരിയാർ, കൂവം, കാവേരി എന്നതാണ്. ആൻസർ ആയിട്ട് വരുന്നത് കൂവമാണ് കേട്ടോ. ഇത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് കേട്ടോ. അടുത്ത ചോദ്യം 2023 നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കർണാടക, കേരളം, തെലങ്കാന, തമിഴ്നാട്. ആൻസർ ആയിട്ട് വരുന്നത് കേരളമാണ് കേട്ടോ. അപ്പോൾ കേരളത്തിനാണ് 2023 നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 2024 ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഡെക്സിന്റെ നമ്മൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇന്ത്യയുടെ സ്ഥാനം നോക്കണം, ഫസ്റ്റ് ആരാണെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ഓപ്ഷൻസ് നോക്കി. A 129, B 130, C 132, D 128. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണെന്നറിയോ? 129 ആണ്. അതായത് ഇന്ത്യയുടെ സ്ഥാനം ആഗോള 2024 ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129 കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ലാൻഡ് ആണ്. ഓക്കെ, ഐസ്ലാൻഡ് ആണ് ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, ഐസ്ലാൻഡിനാണ് ഫസ്റ്റ് പൊസിഷൻ. അടുത്ത ചോദ്യം നോക്കാം. 2024 ജൂണിൽ ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രാമത്തെയാണെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2024 ജൂണിലത്തെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രാമത്തെയാണെന്നറിയോ? 63 ആണ് കേട്ടോ. 63 റാങ്ക്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സ്വീഡൻ ആണ്. ഓക്കെ, സ്വീഡൻ. അടുത്ത ചോദ്യം നോക്കാം. പി വത്സലയുടെ അവസാന കൃതി ഏത്? 2023 നവംബർ 21 ഈ പ്രശസ്തയായ എഴുത്തുകാരി അന്തരിച്ചത് കേട്ടോ. അപ്പോൾ അവരെക്കുറിച്ചുള്ള കുറച്ചധികം ചോദ്യങ്ങൾ ലേറ്റസ്റ്റ് നടന്ന PSC എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് കാണും. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഓപ്ഷൻസിൽ തന്നിട്ടുള്ള കിളിക്കാലം, തകർച്ച, ചിത്രലേഖയൊക്കെ തന്നെയും പി വത്സലയുടെ കൃതികളാണ്. അതിൽ ലാസ്റ്റത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചിത്രലേഖയാണ് കേട്ടോ. എന്നാൽ ആദ്യത്തെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് പി വത്സലയുടെ ഫസ്റ്റ് നോവൽ തകർച്ചയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായ തീയതി തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. 24 ജൂൺ 2024 കേട്ടോ ആദ്യ സമ്മേളനം നടന്നത്. അപ്പോൾ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം മാത്രമല്ല, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അതായത് ഇതിലിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഉള്ള മന്ത്രിമാർ, മിനിസ്റ്റേഴ്സിനെയൊക്കെ ഒന്ന് പേര് പഠിച്ചു വെക്കണം കേട്ടോ. ആരോഗ്യ മന്ത്രാലയം ആരാണ്, അതുപോലെ ആരോഗ്യ വകുപ്പ് മന്ത്രി, അതുപോലെ ഓരോന്നിൻ്റെയും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അത് വളരെ വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നോക്കി, ലോക ജനസംഖ്യയിൽ ഇന്ത്യ 1ാം സ്ഥാനത്തെത്തിയെന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ടൈപ്പിംഗ് എറർ വന്നതാണ്. 1ാം സ്ഥാനത്തെത്തിയെന്നാണ്. അടുത്ത പറഞ്ഞേക്കുന്നത് എന്താ? രാജ്യത്ത് കടുവാ സംരക്ഷണത്തിൽ കേരളത്തിലെ പെരിയാർ കടുവാ സങ്കേതം 1ാം സ്ഥാനത്തെത്തി. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. രണ്ടിലും
എന്താ പറയുന്നത്, ലോക ജനസംഖ്യയിൽ ഫസ്റ്റ് പൊസിഷൻ ചൈനയല്ല, ഇന്ത്യ ആണെന്നാണ് പറയുന്നത് അല്ലേ. ഇന്ത്യയാണ് ഫസ്റ്റ് പൊസിഷൻ. അതുപോലെ രാജ്യത്ത് കടുവാ സംരക്ഷണത്തിൽ കേരളത്തിലെ പെരിയാർ കടുവാ സങ്കേതം ഫസ്റ്റ് പൊസിഷനിൽ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ, ചൈനയല്ലേ എന്ന്. പക്ഷെ അല്ല, ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ആക്ച്വലി ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും മികച്ച സഹകരണ ആശുപത്രിക്കുള്ള 2022-23 സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ച NS ആശുപത്രി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് കൊല്ലം, എറണാകുളം, കോഴിക്കോട് ഇവയൊന്നുമല്ല. ആൻസർ ആയിട്ട് വരുന്നത് കൊല്ലം. അപ്പോൾ NS ആശുപത്രി എവിടെയാണ്? കൊല്ലം തന്നെയാട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എത്രാമത്തെ, തുടർച്ചയായിട്ടാണ് കിട്ടുന്നത്, ഇത് എത്രാമത്തെയാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് എത്ര തവണയാണ് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയതെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. എത്രാമത്തെ തവണയാണെന്നറിയോ? 3ാമത്തെ തവണയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിലെ ആദ്യത്തെ 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ഓപ്ഷൻസ് നോക്കാം. ചൈന, അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ. അപ്പോൾ ഏത് രാജ്യമാണ് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയത്? വേറെ ആരുമല്ല, ജപ്പാൻ തന്നെയാണ് കേട്ടോ. അടുത്തത്, കേരളം തദ്ദേശീയമായി നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന വൈൻ ബ്രാൻഡ് ഏതാണ്? നിള, തെളിമ, പൊലിമ ഇവയൊന്നുമല്ല. ആൻസർ നിളയാണ് കേട്ടോ. അപ്പോൾ ഈ നിള എന്ന് പറയുന്നത് ആക്ച്വലി കേരള കാർഷിക സർവകലാശാലയിലെ ഈ പറഞ്ഞ വൈൻ ഉൽപാദനത്തിന്റെ ലൈസൻസ് ലഭിച്ചു പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ, നിർമ്മിച്ചത് തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി സ്വന്തം ഔദ്യോഗിക പുഷ്പവും വൃക്ഷവും പക്ഷിയുമുള്ള ജില്ല ഏതാണ്? ആൻസർ കാസർഗോഡാണ്. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് അറിയണ്ടേ? കാസർഗോഡിന്റെ, അതായത് കാസർഗോഡിന് മാത്രമായിട്ട്, അത് ആ ഒരു ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി അല്ലെ. അപ്പോൾ അതില് കാസർഗോഡിന്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് പെരിയ പോളത്താളിയാണ് കേട്ടോ. പെരിയ പോളത്താളി. പക്ഷി വെള്ളവയൽ കടൽ പരുന്താണ്. അതുപോലെ തന്നെ വൃക്ഷം കാഞ്ഞിരമാണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, 65ാമത് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയിലെ കിരീട ജേതാക്കൾ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാലക്കാടാണ് കേട്ടോ. അപ്പോൾ എവിടെ വെച്ചാണ് നടന്നത്? കുന്നംകുളത്ത് വെച്ചിട്ടാണ് നടന്നത്. തൃശ്ശൂർ. ഓക്കെ. 2023-24 കായികമേളയാണ് കേട്ടോ പറയുന്നത്. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിന പ്രമേയം. ഓപ്ഷൻസ് നോക്കാം. ഭൂമി പുനഃസ്ഥാപിക്കൽ, പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂമിവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. പുനഃസ്ഥാപിക്കൽ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിന് ആൻസർ 2024 ലോക പരിസ്ഥിതി ദിന പ്രമേയം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ കണ്ട ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂമിവൽക്കരണം, അതുപോലെ തന്നെ വരൾച്ചാ പ്രതിരോധം എന്നുള്ളതാണ് കേട്ടോ. അതായത് ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസീലിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ 2023 പ്രമേയമാണ് ആക്ച്വലി നമുക്ക് ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ളത്, പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജ് LDCക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.